നമസ്കാരം. കിസ്മം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വാർത്തകൾ വായിക്കുന്നത് വി വിപിൻ, ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ. ലോക സംസ്കാരങ്ങളിലേക്കുള്ള ദൃശ്യ വിസ്മയമായി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ. കിസ്മം സ്കൂളിൽ നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വായിക്കുന്നത് ഒന്നാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി അൽ സാബിത്ത്. പുനർജനി പ്രൊജക്ടിന്റെ ഭാഗമായി കിസ്മം സ്കൂളിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കുഞ്ഞുങ്ങൾക്ക് നവ്യാനുഭവമായി. സുപ്രസിദ്ധ സംവിധായകനും നടനുമായ നാർദിർഷയാണ് ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തത്. പെരിയാർ, പമ്പ, അഴുത എന്നീ തിയേറ്ററുകളിലായി 7 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. കിസ്മം സ്വദേശിയായ രഞ്ജിത്ത് മുഖ്യ കഥാപാത്രമായ ഒരു രാത്രി ദൂരം എന്ന ചെറു സിനിമയായിരുന്നു ഉദ്ഘാടന ചിത്രം. മജീദ് മജീദയുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ, ടോം ടെങ്വറിന്റെ റൺ ലോല റൺ എന്നീ സിനിമകളാണ് പെരിയാർ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത്. ചാർലി ചാപ്ലിന്റെ സർക്കസ്, സച്ചിൻ തെണ്ടുൽക്കറിന്റെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററി സച്ചിൻ എ ബില്യൺ ഡ്രീംസ് എന്നിവ അഴുത തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. ലോക പ്രശസ്ത കാർട്ടൂൺ സിനിമയായ ഫ്രോസൺ, അരുൺ കുമാർ എഴുതി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ചിറ്റ എന്നിവ പമ്പ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. സിനിമയോടനുബന്ധിച്ച് നടന്ന ചർച്ചകളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടത്തിയ റീൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കടിമീൻചിറ. അതിജീവനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച റീൽസ് തയ്യാറാക്കിയ സജിൻ മാഷും സച്ചിൻ രമേശും സ്കൂളിൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ എത്തി. പ്രസ്തുത റിപ്പോർട്ട് വായിക്കുന്നത് 8ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി ആകാംക്ഷ ബിജു. എന്താ മാഷേ ഈ അതിജീവനം എന്ന് കുഞ്ഞിന്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകുന്ന മാഷ്. കടുമീൻചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സജിൻ മാഷും 3ാം ക്ലാസ്സുകാരനായ സച്ചിൻ രമേശും റീൽസ് മത്സരത്തിന്റെ 1ാം സമ്മാനമായ 1111 രൂപയും നൽകി കിസ്മം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുവരെയും ആദരിച്ചു. PTA പ്രസിഡന്റ് TK രാജൻ അധ്യക്ഷനായിരുന്ന ചടങ്ങ് സ്കൂൾ HM ഷാജികുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് എങ്ങനെ ഒരു റീൽസ് തയ്യാറാക്കാം എന്ന വിഷയത്തിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി സജിൻ മാഷ് ക്ലാസ് എടുത്തു. ഡോക്ടർ MS സുനിൽ ഫൗണ്ടേഷൻ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഏകദിന ശില്പശാല റോബോട്ടിക്സ് തികച്ചും ഒരു കൗതുക കാഴ്ചയായി സ്കൂളിൽ മാറി. വരും തലമുറയ്ക്ക് കൃത്രിമ ബുദ്ധി എത്രത്തോളം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, നൂതനമായിട്ടുള്ള പല സ്കിൽസുകളും കുട്ടികൾക്ക് നേടാൻ ഉതകുന്ന വേറിട്ട ദൃശ്യ വിസ്മയമായി മാറി റോബോട്ടിക്സ് ക്ലാസ്. പ്രസ്തുത റിപ്പോർട്ട് വായിക്കുന്നത് 8ാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥി മേഘിന ആനന്ദ്. നടക്കും റോബോട്ട്, ഓടും റോബോട്ട്, പറക്കും റോബോട്ട്. റോബോട്ടുകളെ കണ്ടു കൊതി തീർന്നു കിസ്മം സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക്. റോബോട്ടിക്സിന്റെ ശാസ്ത്രീയ വശങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന വർക്ക്ഷോപ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെ നീണ്ടു നിന്നെങ്കിലും കുട്ടികളെ അത് ഒട്ടും മുഷിപ്പിച്ചില്ല. നിരവധി കുട്ടികൾക്ക് വീട് വെച്ചു കൊടുത്ത് ശ്രദ്ധേയയായ പത്തനംതിട്ട സ്വദേശിയും റിട്ടയർഡ് കോളേജ് അധ്യാപികയുമായ ഡോക്ടർ സുനിൽ കുമാറും സംഘവുമാണ് ക്ലാസ് നയിക്കാൻ എത്തിയത്. മണി മാനേജ്മെന്റിന്റെ പ്രാഥമിക പാഠങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഷനും ഒടുവിൽ ഉണ്ടായിരുന്നു. കിസ്മം ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വരെ പഠിച്ച് പല സ്കൂളുകളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇപ്പോൾ കേരള കൗമുദി മിഡിൽ ഈസ്റ്റ് റീജിയണൽ മാനേജരായി പ്രവർത്തിക്കുന്ന കിസ്മം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ബിനു മനോഹറെ പരിചയപ്പെടാം. പ്രസ്തുത റിപ്പോർട്ട് വായിക്കുന്നത് 1ാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി അഭിജിത്ത് TR. അച്ഛനും അമ്മയും കിസ്മം സ്കൂൾ അധ്യാപകർ. പഠിച്ചത് 6ലും 7ലും. അച്ഛൻ TK മനോഹരൻ, അമ്മ PK ലളിതമ്മ. 35 വർഷങ്ങൾക്ക് മുമ്പ് മുക്കൂട്ടറിൽ വെച്ച് നടന്ന ജീപ്പ് അപകടത്തിൽ പരുക്ക് പറ്റി 1.5 മാസത്തോളം വിശ്രമം. പിന്നെ TC വാങ്ങാൻ പോലും സ്കൂളിലേക്ക് വന്നില്ല. കിസ്മം സ്കൂളിലെ പഴയകാലം അയവിറുക്കി പ്രശസ്ത എഴുത്തുകാരനും കേരള കൗമുദി മിഡിൽ ഈസ്റ്റ് റീജിയണൽ മാനേജരുമായ ബിനു മനോഹർ സ്കൂൾ സന്ദർശനത്തെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും വൈറലായി. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് നൽകാനും മറന്നില്ല. സ്കൂളിൻ്റെ ഇനിയുള്ള വളർച്ചയ്ക്ക്
തൻ്റെ എല്ലാ പിന്തുണകളും വാഗ്ദാനം ചെയ്താണ് അദ്ദേഹം മടങ്ങിയത്. പമ്പാവാലി നെഞ്ചോട് ചേർത്ത് പിടിച്ച കിസിമം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഹരികൃഷ്ണൻ യാത്രയായി. പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ടുള്ള യാത്ര കിസിമം സ്കൂളിൻ്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ന്യൂസ് ബുള്ളറ്റിനുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.